ഹായ് വന്യ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോ ഇന്നത്തെ വീഡിയോയില് പിള്ളേർക്ക് ഒരു ബ്രഞ്ചായിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ദോശയും പിന്നെ എന്താണ് നേന്ത്രപ്പഴവും യൂസ് ചെയ്തിട്ട്. അപ്പൊ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. പിന്നെ ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നത് എന്താണ്, ഇവ രണ്ടുപേർക്ക് ഇന്ന് രാവിലെ ലാപ്ടോപ്പ് ഉണ്ടാക്കി. അപ്പൊ അതൊന്ന് എല്ലാരെയും കാണിച്ചു തരാൻ വേണ്ടിട്ടാണ്. ഇതൊരാള് പറയുന്ന മീറ്റിംഗ് ഒരു സൗണ്ട് കേൾക്കും. ഇത് മീറ്റിംഗ് ആണ്. അപ്പൊ ഇത് ആ മീറ്റിംഗിലെ സൗണ്ടിന്റെ വേവ് ആണ് അല്ലെ. ഇതാരാണ് മീറ്റിംഗില് ഓപ്പോസിറ്റ് വരുന്ന ആളാ? അത് ആരാണോ ഇവ ഫേസ് ചെയ്യുന്ന അവരല്ലേ. പിന്നെ ഇതെന്താ? മെസ്സേജസ് ആണ് അല്ലെ. ഇത് കീബോർഡാ. ഇത് കീബോർഡുകള്. ഇത് ഓണും ഓഫും ആക്കുന്ന സാധനം. ഇത് മറ്റേ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇത് സെൻഡ് ചെയ്യുന്നത്. ഓ വെരി ഗുഡ്. ആമിയുടെ കൂടെ കാണിച്ചു കൊടുക്ക. ഇത് വോയിസ്, ഇത് ടൈമാ. എനിക്ക് ടൈം ഇല്ല, ഞാൻ എഴുതണത്. പിന്നെ ഇത് ആളാ മെസ്സേജ് ആയിട്ട്. ഇത് കീബോർഡ് അല്ലേ. കീബോർഡുകള് കണ്ടോ ഇതിന്റെ പിന്നെ ഇത് കണ്ടോ നല്ല നൈസ് ആയിട്ട് ഇവ ചെയ്തിട്ടുണ്ട് അല്ലേ. കണ്ടോ നമ്മ അടുപ്പിച്ച് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് നമ്മുടെ ഇബൂട്ടിയുടെയും ആമിക്കുട്ടിയുടെയും ലാപ്ടോപ്പ്. ടോപ്പ് ചാർജറാ. ഈ വൈറ്റ് കളർ ചാർജ് ആവും. ഓ വെരി നൈസ് ഇവ, വെരി നൈസ്. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ പറ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണോ ആമി? ഓക്കെ. ശരിക്കും പറഞ്ഞാല് ഈ ഒരു വീഡിയോയിൽ ഇതൊന്ന് കാണിച്ചു തരാനാണ് ഇവർ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ഒരു വീഡിയോ ചെയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പഴം ഞാൻ നേരെ നടുക്കെ കട്ട് ചെയ്യും, ഹാഫ് ആക്കും, നടുക്കൂടെ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നെയ്യില് നമ്മള് വാട്ടിയെടുക്കുമല്ലോ. പഴം ഇങ്ങനെ റൗണ്ടിലൊക്കെ അരിഞ്ഞിട്ട് നെയ്യില് വാട്ടിയെടുക്കാറില്ലേ, അതുപോലെ ഇങ്ങനെ നീളത്തില് നെയ്യില് വാട്ടിയെടുക്കും. പാൻ ചൂടായി വന്നിട്ടുണ്ട്, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഈ 2 സ്ലൈസ് ബനാന ഇട്ട് കൊടുക്കുകയാണേ. തീ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഒന്ന് തിരിച്ചു കൊടുക്കാം. ഓ തിരിയുന്നേ ഇല്ലല്ലോ. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഞാൻ പിള്ളേർക്ക് എല്ലാ ദിവസവും നേന്ത്രപ്പഴം വാട്ടി കൊടുക്കാറുണ്ട്. വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഷുഗർ ഒന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ. നല്ല ഹെൽത്തി ആണല്ലോ, വെയിറ്റ് ഒക്കെ കൂടാൻ നല്ലതല്ലേ. പണ്ട് ഞങ്ങള് കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ഞാനും അനിയനും കുഞ്ഞായിരിക്കുന്ന സമയത്തും അമ്മ എപ്പോഴും ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ നെയ്യിൽ വാട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാല് ഭയങ്കര ഇഷ്ടമാണത്. ഞാനും അത് തന്നെ പിള്ളേർക്ക് ഫോളോ ചെയ്തു എന്നുള്ളതാണ്. മറക്കാൻ പറ്റാത്ത ചില വിഭവങ്ങൾ ഉണ്ടാവില്ലേ നമുക്ക്. എന്റെ അനിയനാണെങ്കിൽ കുറച്ചിങ്ങനെ കരിഞ്ഞു വരണം. അപ്പം അമ്മ പക്ഷെ കരിഞ്ഞ സാധനങ്ങൾ അങ്ങനെ കഴിച്ചുകൂടാന്ന് പറയുന്നതുകൊണ്ട് അമ്മ അങ്ങനെ കരിക്കാനൊന്നും നിൽക്കില്ല. അപ്പൊ അവൻ പിന്നെ പോയിട്ട് പാൻ ചൂടാക്കി പിന്നെ അത് കുറച്ച് കരിച്ചെടുക്കും. ചെറുതായിട്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. കുറച്ച് കരിഞ്ഞു കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ശരിയാണ്, ഹെൽത്ത് വൈസ് നോക്കുന്ന സമയത്ത് അത്ര നല്ലതല്ലോ. അങ്ങനെ നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ കളർ ആയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാൻ ഈ കാസ്റ്റ് അയണിന്റെ ദോശക്കല്ലാണ് ദോശ ചുട്ടെടുക്കാറുള്ളത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. കാസ്റ്റ് അയണിന്റെ യൂട്ടൻസിൽസ് എല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് തുരുമ്പിക്കും. നമ്മളിപ്പം ദോശയൊക്കെ ചുട്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നടുഭാഗത്ത് ഇത്രയും ഒരു ഇതിലായിരിക്കുമല്ലോ നമ്മുടെ ദോശ ചുടുന്നത്. ദോശ എന്തായാലും ഇതിന്റെ ഇപ്പോൾ ഓയിലാണ് അല്ലെങ്കിൽ ഗീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വലിച്ചെടുക്കും. നമ്മൾ ദോശ ചുട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ശ്രദ്ധിച്ചോണം, ഈ ഒരു ഭാഗത്ത് അത്ര ഓയിലി ആയിരിക്കില്ല ആ ദോശ ഇരിക്കുന്ന ഭാഗത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ചൂടോട് കൂടി തന്നെ സ്റ്റവ് ഒക്കെ ഓഫ് ആക്കി കഴിഞ്ഞ് നല്ല ചൂടുണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ ഒരല്പം ഓയില് അല്ലെങ്കിൽ ഗീ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്തിട്ട് വേണം വെക്കാൻ. എപ്പോഴും ഇത് ഓയിലി ആയിട്ട് തന്നെ ഇരിക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ എടുത്തു വെക്കുന്നതിന് മുമ്പേ ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. രാവിലെ ദോശയാക്കിയപ്പം ഞാനെടുത്ത് ഗീ ബാക്കിയുണ്ട്. ഞാൻ ഗീ റോസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. കല്ല് ചൂടായിട്ടുണ്ട്, നമുക്ക് ദോശ ചുട്ടെടുക്കാം. കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്യാം. കണ്ടില്ലേ, ഞാൻ കല്ല് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ദോശ ഇളക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ദോശയൊക്കെ ചുട്ടു. ഇനി നമുക്ക് പഴം റാപ്പ് ചെയ്യാം അല്ലെ. നമ്മുടെ പഴം ഇതിനകത്ത് വെച്ച് റാപ്പ് ചെയ്യാം.
കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ദോശ റാപ്പ് റെഡിയായി. ഇത് വലിയൊരു സംഭവമൊന്നും അല്ല, എന്നാലും പിള്ളേർക്കൊക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ പൊടിക്കൈകൾ എന്തെങ്കിലും ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുമല്ലോ. ചിലപ്പം നേന്ത്രപ്പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരുണ്ടാവും, ദോശ കഴിക്കാത്ത പിള്ളേരുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവർ കഴിക്കുമോ എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്റെ ഈവയ്ക്കും ആമിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമുക്ക് റാപ്പ് ചെയ്യുന്ന സമയത്ത് 2 ദോശയോ 3 ദോശയൊക്കെ ഒരുമിച്ച് വെച്ച് റാപ്പ് ചെയ്യാം. പഞ്ചസാര കൂട്ടിയ ടേസ്റ്റ്. അയ്യോ, പഞ്ചസാര അത്ര ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ട് അമ്മ അത് കൂട്ടിയില്ല. എങ്ങനെയുണ്ട് ടേസ്റ്റി? സത്യം പറ, സത്യം പറ, ടേസ്റ്റി ആണോ കുട്ടി? നല്ലയാണോ? ആ പഴം കൂടെ വരുമ്പോ ആ മധുരം കിട്ടുന്നുണ്ടല്ലേ. ആമിക്കുട്ടൻ കഴിക്കുന്നില്ലേ? ആമിക്കുട്ടൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.